നാം ഓരോരുത്തരും ഭയപ്പെടാത്തൊരു ഹൃദയത്തിന് ഉടമയായി മാറണം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 27-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. സങ്കീർത്തനക്കാരനായ ദാവീദ് തന്റെ ജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, തന്നെ ഭയപ്പെടുത്തുന്ന ധാരാളം ദുഷ്ടശക്തികൾ തനിക്ക് മുമ്പിൽ ഒരു സൈന്യം പോലെ എഴുന്നേറ്റ് നിന്നാലും ഭയപ്പെടാത്തൊരു ഹൃദയം ദാവീദിനുണ്ട്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഹൃദയമുണ്ട്, യേശുവിനെ സ്നേഹിക്കുന്ന ഹൃദയമുണ്ട്, പക്ഷേ ഭയപ്പെടാത്തൊരു ഹൃദയം നിങ്ങൾക്കുണ്ടോ? ഒരു മനുഷ്യൻ ധൈര്യശാലിയായിരിക്കുന്നത് എവിടെയാണ്? കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് അവൻ ലഭിക്കുമ്പോൾ. 91-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, രാത്രിയിലെ ഭയമുണ്ട്, പകൽ പറക്കുന്ന അസ്ത്രമുണ്ട്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയുണ്ട്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകനുണ്ട്. നിന്റെ വശത്ത് 1000 പേരും വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. അടുത്തു വരികയില്ല എന്നുള്ള ആ സങ്കീർത്തനക്കാരന്റെ ധൈര്യം. എന്താ ഇന്നത്തെ സന്ദേശം? ആരൊക്കെയോ ധൈര്യഹീനരായിരിക്കും, ആരൊക്കെയോ പ്രതിസന്ധിയുടെ നടുവിൽ പതറിയ ഹൃദയവുമായി നിൽക്കുന്നു, ആരൊക്കെയോ എനിക്കത് ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ പരാജയപ്പെട്ടു പോകുമെന്ന് ഒരു ഭയം ബാധിച്ചു നിൽക്കുന്നു. നിങ്ങളോട് ദൈവം സംസാരിക്കുക, ധൈര്യപ്പെട്. ഒരു സൈന്യം നിന്റെ നേരെ പാളയമിറങ്ങിയാലും ഭയപ്പെടരുത്. ദൈവം നിന്നെ അത്ഭുതകരമായി നടത്തും. രാജാവ് തീച്ചൂള കൂട്ടിയാലും നീ പേടിക്കരുത്. 4-മനായി ഇറങ്ങുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ദൈവത്തിന്റെ അത്യന്തമായ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കാണുവാൻ? ധൈര്യമുള്ളൊരു ഹൃദയം ഏറ്റെടുക്കുക. ഇപ്പോൾ നീ ഫേസ് ചെയ്യുന്ന പ്രശ്നം നിന്നെ തകർക്കത്തില്ല, നിന്നെ തോൽപ്പിക്കത്തില്ല. ധൈര്യപ്പെട്, ദൈവത്തിൽ ധൈര്യപ്പെട്. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുക. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ധൈര്യമുള്ളൊരു ഹൃദയം, ഭയമില്ലാത്തൊരു ഹൃദയം ഏറ്റെടുക്കാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. നിന്റെ നാമം ചൊല്ലി ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭയം അവരെ വിട്ടുപോകട്ടെ, അവർ ധൈര്യശാലിയാകട്ടെ. രോഗത്തെ ജയിക്കുന്ന ധൈര്യം, കടബാധ്യതയെ ജയിക്കുന്ന ധൈര്യം, ശത്രുവിനെ ജയിക്കുന്ന ധൈര്യം നിന്റെ മക്കളുടെ മേൽ വരട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിൽ ധൈര്യപ്പെടുക. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു.